പറയൂ സുനിൽ, പറയൂ. സത്യത്തിൽ ഇപ്രാവശ്യത്തെ അവാർഡിൽ അഴിമതിയുണ്ട് എന്നാണ് പ്രേക്ഷകരായ ഞങ്ങളുടെ അഭിപ്രായം. സുനിൽ, എന്താണ് താങ്കൾക്ക് ഇത്തവണത്തെ അവാർഡ് ദാന ചടങ്ങില് അഴിമതി ഉണ്ട് എന്ന് തോന്നാൻ പ്രേരിപ്പിച്ച കാരണം? സത്യത്തിൽ നായക അവാർഡ് നമ്മുടെ ബിർളക്കുട്ടനല്ല നൽകേണ്ടത്, മറിച്ച് കൊച്ചിയിലെ പ്രമുഖ വ്യവസായികൾക്ക് ആണ് നൽകേണ്ടതെന്നാണ് ഞങ്ങളുടെ ഈ അഭിപ്രായം. താങ്ക് യു സുനിൽ. കൂടുതൽ പ്രേക്ഷകർക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് www.chavarvarta.com. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന വിവിധ പരിസ്ഥിതി പരിപാടികളുടെ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. ഞാൻ സുസ്ഥിര നഗര വികസന പദ്ധതിയുടെ പ്രതിനിധിയാണ്. അതായത് സുസ്ഥിരമായ വികസനത്തെ നരകമാക്കുന്ന പദ്ധതി. അത് തന്നെ. അപ്പൊ നോക്കിയിരിക്കാം, എന്താ നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം ചവറാണേ. നമ്മുടെ പ്രശ്നം മാലിന്യമാണ്. നമ്മുടെ പ്രശ്നം അത് നിസ്സാരമായ പ്രശ്നമല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. എങ്ങനെ? നിങ്ങൾ ഓരോരുത്തരും ഈ കൊട്ട പിടിക്കുക. ഞങ്ങളുടെ നാട്ടില് ഇതിന് 10 രൂപയാണ് വില. ഞാനത് നിങ്ങൾക്ക് വെറും 100 രൂപക്കാണ് തരുന്നത്. ഒക്കെ ഇവിടെയല്ലേ നടക്കും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള കച്ചറകൾ നിങ്ങളുടെ അയൽവാസി കാണാതെ അവരുടെ മുറ്റത്തേക്ക് ഇടുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള കച്ചറകൾ മറ്റുള്ളവർ കാണാതെ അവരുടെ വീട്ടിലേക്ക് ഇടുക. അപ്പൊ ഞാനോ? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള എല്ലാ കച്ചറകളും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഇടുക. എന്നാലേ തുടങ്ങിക്കോളൂ. വേഗം. തീരുന്നില്ലല്ലോ. ഇത് കൊള്ളാലോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തെ കച്ചറകൾ അയൽക്കാരന്റെ വീട്ടിലിട്ട് നമുക്ക് മാന്യന്മാരാവാം. ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യങ്ങൾ അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയിടാം. അങ്ങനെ നമ്മുടെ കേരളം മാലിന്യ മുക്തമാക്കാം. ഒരു സ്മാർട്ട് സിറ്റി ആക്കാം. സുന്ദര നാടിന് കേരള നാടിന് മാലിന്യ കുംഭരമായി ചപ്പും ചവറുകളിട്ടി നാട്ടിൽ ഇല്ലാത്ത രോഗം വരുത്തി. ചപ്പും ചവറുകളിട്ടി നാട്ടിൽ ഇല്ലാത്ത രോഗം വരുത്തി. സുന്ദര നാടിന് കേരള നാടിന് മാലിന്യ കുംഭരമായി ചപ്പു ചവറുകളിട്ടി നാട്ടിൽ ഇല്ലാത്ത രോഗം വരുത്തി. ചപ്പും ചവറുകളിട്ടി നാട്ടിൽ ഇല്ലാത്ത രോഗം വരുത്തി. നമ്മിൽ മാറ്റം വരുത്തി ഇല്ലെങ്കിൽ വന്നണങ്ങിടുമേ നാശം. സുന്ദര നാടിന് നന്നായി കാക്കാൻ നമ്മളാൽ കഴിവതു ചെയ്യൂ. സുന്ദര നാടിന് നന്നായി കാക്കാൻ നമ്മളാൽ കഴിവതു ചെയ്യൂ. സോഡ സർബത്ത് രണ്ട് വരി. ഹലോ, സോഡ ഇങ്ങോട്ട് സോഡ. 2 സോഡ.
സോണിയോ വിഷമോ കുപ്പിക്കകത്ത് വിഷം കലക്കി തരിക തല്ലട ഇത് കുടിക്കാൻ പറ്റുന്ന തോടൊന്നല്ല. എന്താണത്? ചായയോ സോഡയോ? ഏതാവേ ഇയാൾ വിഷം കലക്കി തരികയാണ് കുപ്പിക്കകത്ത്. എന്റെ പൊന്നു സാറ്, ഇവര് പത്രങ്ങളൊന്നും വായിക്കാറില്ല. സാറിനറിയാലോ, പെരിയാറാണെങ്കിൽ ആകെ ചളി നിറഞ്ഞു കിടക്കുന്നു. പോരാത്തിന് വെള്ളത്തിന്റെ നിറവും മാറി, മണവും മാറി, രുചിയും മാറി. ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാണ്? അത് പറഞ്ഞാൽ ശരിയാണ്. ചെയ്യേണ്ടതാണെങ്കിൽ ഒന്നും ചെയ്യുന്നുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇവരിന്റെ കട തന്നെ വിളിക്കാൻ വരികയാണ് സാറേ. ഇപ്പം തന്നെ തുടങ്ങാം. നമുക്ക് ഇപ്പം തന്നെ തുടങ്ങാം. ഒരു മീറ്റിംഗ് വിളിക്കാലോ. കൈയടിക്കണേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്താണ് പെരിയാറിലെ വിഷയം? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പെരിയാറിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് കുറെ കാലം മുമ്പ് തുടങ്ങിയതല്ലേ? പെരിയാറിലേക്ക് കോഴിപ്പിണ്ടം വരെ ഒഴുക്കി വിടുന്ന പല മാന്യന്മാരും ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പെരിയാറിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. പെരിയാറിലെ വെള്ളം അടിച്ചു മാറ്റുന്ന പല വെള്ളമടിക്കാരെയും നമ്മൾ പിടികൂടേണ്ടതുണ്ട്. പെരിയാറിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, പെരിയാർ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കിവരുടെ രക്തം കുടിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ ഇവരുടെ ജീവിതം കുടിക്കേണ്ടതുണ്ട്. ചെളിയാരെ ചെളിയാരെ പർവ്വത നിരയുടെ ചെളിനീരെ, നിറവും മാറി രുചിയും മാറിയ മാലിന്യപ്പുഴയാണു നീ, ഒരു മാലിന്യപ്പുഴയാണു നീ. ചെളിയാരെ ചെളിയാരെ പർവ്വത നിരയുടെ ചെളിനീരെ, നിറവും മാറി രുചിയും മാറിയ മാലിന്യപ്പുഴയാണു നീ, ഒരു മാലിന്യപ്പുഴയാണു നീ. ഹലോ ഹലോ, നേതാവല്ലേ? ആരാണ്? ഞാനേ പെരിയാർ വ്യവസായ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പറയും സാറേ, പറയും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു. പിന്നെ നമുക്കൊരു പ്രതിഷേധ യോഗമുണ്ട്. അതിനെന്താ? അതന്നല്ലേ നമ്മുടെ പരിപാടി. മറ്റന്മാരുണ്ടല്ലോ നമ്മുടെ നദീ പരിസ്ഥിതിയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവരൊന്ന് സന്തോഷിപ്പിച്ചു. അവന്മാരെ നോക്കിയിട്ട് വല്ലാതെ പാരമുണ്ട്. അപ്പോ അതിനെതിരായിട്ട് നമുക്കൊരു പ്രതിഷേധ യോഗത്തിന്റെ നേതാവെന്ന് ഒന്ന് പ്രസംഗിക്കണം. ആയിക്കോട്ടെ, അതിനെന്താ? ഹലോ ഹലോ, ചാക്കോട്ടനല്ലേ? അതെ അതെ, അപ്പൊ നാളത്തെ നമ്മുടെ പരിപാടി അറിയാലോ? നമ്മളുണ്ടാവും, നിങ്ങൾ വെച്ചോ. നേതാവ് നാളെ വരണം. മുതലാളിയല്ലേ, നമ്മളുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ. വരുന്നതാണേ, നല്ലോണം ഉണ്ടാക്കണം, കൈയടിച്ചോ.